ഞങ്ങൾ 5 പേര് കൂടി ചേർന്ന് ഇന്നൊരു സാഹസത്തിന് മുതിരുകയാണ്. ഒറ്റമൈൻഡുള്ള അഡ്വഞ്ചർ. ഞങ്ങൾ മാസങ്ങൾക്കും ആഴ്ചകൾക്കും ഒടുവിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പല പല ഡിസ്കഷന് ശേഷം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, പക്ഷെ ഹൈലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഒരു പാക്കേജിന്റെ ഇല്ലാതെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുന്ന ഐറ്റിനറി പ്ലാൻ ചെയ്ത് പോകുന്നൊരു ട്രിപ്പാണ്. എങ്ങോട്ടാണ് പോകുന്നത്? രാജസ്ഥാൻ. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെ ഹിന്ദി അറിയില്ല. അതാണ് ഹൈലൈറ്റ്. ആരും കേരളത്തിന് പുറത്ത് അധികം അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ആർക്കും കോൺഫിഡൻസിന് ഒരു കുറവില്ല. നമ്മളെല്ലാവരും കൊച്ചമൈൻ്റെ ആൾക്കാരാണ്. എങ്ങനെയും പോയിട്ട് വരാം. നമ്മളിപ്പോൾ അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഈ ഹിന്ദിക്കാരൻ ചേട്ടൻ കൊണ്ടുവന്നിട്ട് കുറേ അക്സസറീസും ജ്വല്ലറീസും കാണിച്ചത്. എല്ലാം ഭയങ്കര പ്രിറ്റിയായിരുന്നു, എന്നാൽ ഭയങ്കര ചീപ്പ് റേറ്റും ആയിരുന്നു. എല്ലാം ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു, കാരണം ജസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഒരുപാട് ഇനിയും കാണാനുണ്ടാവും, വാങ്ങാനുണ്ടാവും എന്ന് കരുതി ഞാൻ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തു. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമ്മലും മാലയും വാങ്ങി. ആദ്യമായത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് ഒട്ടും ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ സാധിച്ചില്ല. ബാർഗെയിൻ ചെയ്തു, പക്ഷെ സക്സസ് ആയില്ല. പിന്നെ കിട്ടിയത് വാങ്ങി സമാധാനമാക്കി. ഞങ്ങളങ്ങനെ അഹമ്മദാബാദ് എത്തിയതിനു ശേഷം ഇവിടുന്ന് ഞങ്ങൾ GSRTCയിലാണ് ഉദയ്പൂരിലേക്ക് പോകുന്നത്. 8:30 ബസ്. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, എവിടെയെങ്കിലും നിർത്തി കഴിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരം ആണ് എത്തുന്നത്. അപ്പോൾ കാണാം. നമ്മളിപ്പോൾ കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ ടോട്ടൽ ജേർണിയിൽ തന്നെ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചിട്ട് നമ്മൾ സ്ഥലത്തെത്തുക എന്നുള്ളത്. പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ മോസ്റ്റ് എൻജോയ് ചെയ്ത ഒരു പോർഷനായിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല, അത്ര ടയേർഡാവുന്നില്ല. വളരെ ചീപ്പായിട്ട് തന്നെ കറക്റ്റ് സ്ഥലത്ത് സമയത്തിന് എത്താൻ പറ്റി. ആൻഡ് അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ രീതികളും അവിടെ കൾച്ചറും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഫീൽ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു യാത്രയായി ഒന്നുമില്ല. അങ്ങനെ ഉച്ചയോട് കൂടെ തന്നെ നമ്മൾ ഉദയ്പൂരിലെത്തി. അവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഉടനെ തന്നെ റെഡിയായിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് ഗംഗോർഗട്ടിലാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഭയങ്കര നിയറസ്റ്റാണ്. ഇവിടെയാണ് നമുക്കൊരു ഡാൻസ് ഷോ കാണാനുള്ളത്. All in this wonderful evening, we have from West Zone Cultural Center. Now we are starting the show with Chatti dance from Northern Rajasthan. ഉദയ്പൂർ പോകുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു പെർഫോമൻസ് മിസ് ചെയ്യരുത്. അത് വൻ നഷ്ടമായിരിക്കും. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അംബ്രേഘട്ടോടെ വിസിറ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് അംബ്രേഘട്ടം ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ലേക്ക് പിച്ചോള. ഇവിടുത്തെ സൺറൈസും സൺസെറ്റ്സും ഒക്കെ ശരിക്കും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത് സിറ്റി പാലസ് ആയിരുന്നു. തലേ ദിവസത്തെ ഡാൻസ് ഷോ കണ്ട് നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. അതേ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ സിറ്റി പാലസും കാണാനായിട്ട് റെഡി ആയത്.
ഇതൊക്കെയാണ് സിറ്റി പാലസിൻ്റെ എൻട്രൻസ് ആയിട്ട് വന്നിരുന്നത്. ശരിക്കും ഞാനിങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദി ഫിലിംസിലും മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. സിറ്റി പാലസിന് ശേഷം നമ്മൾ ജഗത് നിവാസിലേക്കാണ് പോയത്. 3 മണിക്ക് അവിടെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. സോ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി. ജഗത് നിവാസിൻ്റെ ഓരോ കോർണറും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താ ഒരു ലക്ഷറി എന്നോ, അതേപോലെ ഭംഗിയുള്ള കുറേ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി. പിന്നെ സിനിമയിൽ പറയുന്ന പോലെ നല്ല സോളിഡ് സൺസെറ്റും കണ്ടു. ഇതിന് ശേഷം നമ്മൾ നേരെ ഹാത്തിപ്പോള മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ കുറേ ഷോപ്പിംഗ് ചെയ്തു. ഇപ്പം തന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് മടങ്ങുകയുണ്ടായി. ദിസ് വാസ് അവർ ലാസ്റ്റ് ഡേ അറ്റ് ഉദയ്പൂർ. ഞങ്ങളുടെ 3ാമത്തെ ദിവസമായിരുന്നു. രാവിലെ തന്നെ ജഗ്മന്ദിർ പാലസിലേക്കുള്ള ഒരു ബോട്ട് റൈഡിനാണ് ഞങ്ങൾ പോയത്. ഇവിടുന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ജോധ്പൂരിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നത്. ഈ 3 ദിവസം കൊണ്ട് ഉദയ്പൂരിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കറങ്ങിയെത്താൻ പറ്റുള്ളൂ. ഇനിയും കാണാൻ ഒരുപാട് ബാക്കിയുണ്ട്. എന്താണെങ്കിലും ഇത്രയും ഭാഗം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.